പ്രാർത്ഥനയിൽ മടുത്തു പോകാനും പ്രാർത്ഥന മുടങ്ങിപ്പോകാനും ഉള്ള സാധ്യതകൾ ഏറെയാണ്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തരുത് എന്ന് ദൈവവചനം നമ്മോട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് എന്നും വചനം നമ്മെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് ലൂക്കോസ് 11 പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല. മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രാർത്ഥനയിൽ നമ്മെ ഉത്സാഹിപ്പിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ആവശ്യത്തിൽ ഇരിക്കുന്ന നിസ്സഹായരായ മനുഷ്യരെ പലപ്പോഴും മറ്റുള്ളവർ സഹായിക്കാറുണ്ട്. അത് മനുഷ്യത്വമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ നിസ്സഹായരായ ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യർ പരസ്പരം സഹായിക്കുന്നു എങ്കിൽ, ദൈവം എത്ര അധികമായിട്ട് തന്നിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കും എന്നാണ് ഇന്നത്തെ തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അർദ്ധരാത്രിയിൽ അതിഥിയെ സ്വീകരിക്കേണ്ടി വന്ന ഒന്നുമില്ലാത്ത ഒരു ആതിഥേയൻ്റെ കഥയാണ്, അല്ലെങ്കിൽ സംഭവമാണ് ഇന്നത്തെ തിരുവചന വേദഭാഗത്ത് നമ്മൾ വായിച്ചത്. തൻ്റെ സ്നേഹിതനായ അതിഥിക്ക് നൽകുവാൻ മതിയായ ഭക്ഷണം ആതിഥേയൻ്റെ പക്കലുണ്ടായിരുന്നില്ല. എന്നിട്ടും തൻ്റെ വീട്ടിൽ വന്ന മനുഷ്യന് വേണ്ടി അർദ്ധരാത്രിയിൽ വിളക്കും കത്തിച്ച് തൻ്റെ സ്നേഹിതനായ മറ്റൊരു അയൽക്കാരൻ്റെ വീട്ടിൽ പോയി 3 അപ്പം വായ്പയായി ചോദിക്കുന്ന ആ മനുഷ്യൻ എത്ര വലിയ മനസ്സുള്ളവനാണ്, മറ്റുള്ളവരെക്കുറിച്ച് എത്രമാത്രം കരുതൽ ഉള്ളവനാണ്. ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു എന്ന പ്രസ്താവനയിൽ നിന്ന് യേശു പഠിപ്പിച്ച ചില കാര്യങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയിൽ നാം സ്ഥിരോത്സാഹം കാണിക്കണം എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നാം ദൈവത്തോട് യാചിച്ചുകൊണ്ടേയിരിക്കണം, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, അവിടുന്ന് വാതിൽ തുറക്കുവാൻ വേണ്ടി മുട്ടിക്കൊണ്ടേയിരിക്കണം. ചിലപ്പോഴൊക്കെ പ്രാർത്ഥനയുടെ മറുപടി വളരെ വേഗത്തിൽ നമുക്ക് ലഭിച്ചേക്കാം, മറ്റു ചിലപ്പോൾ വളരെ കാലം പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം. എന്നാൽ യാചിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കപ്പെടും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ നമുക്കെപ്പോഴും ഒരു പ്രചോദനമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ മനുഷ്യൻ അർദ്ധരാത്രിയിൽ വിളക്കും കത്തിച്ചുകൊണ്ട് സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്ന് 3 അപ്പം വായ്പ ചോദിക്കുന്നു. ഈ മനുഷ്യൻ ഒരിക്കലും തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ അർദ്ധരാത്രിയിൽ വിളക്കം കത്തിച്ച് പോകുന്നത്, മറിച്ച് തൻ്റെ വീട്ടിൽ വന്ന മനുഷ്യൻ്റെ വിശപ്പ് ശമിപ്പിക്കുവാൻ വേണ്ടി താൻ ഓടുകയാണ്. തൻ്റെ നിസ്സഹായാവസ്ഥ താൻ ഇവിടെ പറയുന്നുണ്ട്. ഏതും കൊടുക്കുവാൻ തൻ്റെ പക്കലില്ല. മനസ്സുണ്ട്, പക്ഷേ കൊടുക്കുവാൻ തൻ്റെ പക്കൽ ഒന്നുമില്ല. കൊടുക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് ഉള്ള പ്രാപ്തിയില്ല തനിക്ക്. അങ്ങനെയുള്ള ഈ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. 3 അപ്പം ചോദിച്ചപ്പോൾ വേണ്ടുവോളം കൊടുത്തു എന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം എപ്പോഴും നമ്മുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തോട് എപ്പോഴും അപേക്ഷിക്കുന്ന സ്വഭാവമുള്ളവരാണ്. എന്നാൽ നമ്മിൽ എത്ര പേർ നാം കണ്ടുമുട്ടുന്ന മറ്റുള്ളവരുടെ വേദനയിൽ, അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ നിസ്സഹായാവസ്ഥയിൽ
അവരെ സഹായിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അതാണ് ശരിക്കും യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത്. നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാതെ നമ്മെ സമീപിച്ചിരിക്കുന്ന, നാം കണ്ടുമുട്ടുന്ന ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് ഒരു തൃപ്തി വരേണ്ടതിന്, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടേണ്ടതിന് തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവരെ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി സമയങ്ങൾ കണ്ടെത്തി പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ നാം ദൈവത്തോട് പറയുന്നതിന് മുമ്പ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. എന്നാൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നതാണ് ഈ വചനത്തിലുള്ളത്. ഇവിടെ പറയുന്നു, തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടി, ആ ശക്തിക്ക് വേണ്ടി, നടത്തിപ്പിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും ആത്മാവിൽ അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് വചനം നമുക്ക് തരുന്ന ഉറപ്പ്. അതുകൊണ്ട് മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം, നിരന്തരമായി പ്രാർത്ഥിക്കണം, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തും. ദൈവമേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. തക്ക സമയത്ത് ഞങ്ങൾ ഉയർത്തപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിപ്പാനും നിരന്തരമായി ആത്മാവിൽ പ്രാർത്ഥിപ്പാനും വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.